എടാ അമൃത തുടങ്ങിക്കോ, ഇത് റെക്കോർഡ് ആവുന്നുണ്ട്. ടൈം കളയണ്ടല്ലോ. Okay. Good morning, all. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamonds. Anything I desire compares with you, and nothing I desire compares with you. Thank you. കൊച്ചിന്റെ പ്രാർത്ഥനയായിരുന്നു നല്ലത്. തോട്ട് ഞാനാണ് പറയട്ടെ. ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാം. വിജയം അസാധ്യകരമാണെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. താങ്ക് യു. ഫാനിനുണ്ട്. Good morning, sir, and my dear friends. I am Jerusha. Today is 23rd June 2025. It is a special day, International Women in Engineering Day. It is a global awareness campaign that highlights the vital role of women in engineering and encourages more women to pursue careers in this field. The theme for International Women in Engineering Day 2025 is Together We Engineer. We celebrate all the strong and smart women who help build our world. My goal today is to be kind and help my friends. Thank you. Good morning. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. Morning. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. I hope you were morning points like prayer thought for the day and signing. Everything it's completed. Yes, ma'am. Okay, fine. So, okay, once again, good morning to all. എന്നോട് ഒന്ന് പറയാമോ, ലാസ്റ്റ് ക്ലാസ് എവിടം വരെയായി? നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? റെക്കോർഡില് റെക്കോർഡ് 4th ആണ്. 4th റെക്കോർഡ് കഴിഞ്ഞോ? മീൻസ് തുടങ്ങി? ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. നോ മാം, ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് അസൈൻമെന്റ്സ് ആൻഡ് ഓൾ? തന്നിട്ടുള്ളത് മാം ഇന്നലെ തന്നതൊഴിച്ച് ബാക്കിയൊക്കെ കംപ്ലീറ്റഡ് ആണ്. എല്ലാവരും അങ്ങനത്തെ ഒരു സ്റ്റാറ്റസിലൂടെ പോവാണോ? പെൻഡിങ്ങിന് വെക്കരുത്. ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഐ എം നോട്ട് ഷുവർ, കാരണം ഈ ലാസ്റ്റ് മൊമെന്റിൽ ആവുമ്പോ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വൈകുന്തോറും വൈവ ഭയങ്കരമായിട്ട് വൈകുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എല്ലാം കിട്ടാനായിട്ട് വൈകും. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെൻഡിങ്ങിന് വെക്കരുത്. ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് പാർട്ട് 2 അല്ലേ? പാർട്ട് 3 ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. പാർട്ട് 2 അല്ലേ? പാർട്ട് 3 മറിയാം മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തു മാം. ആരെടുത്തേ? അപർണ മിസ് എടുത്തു. ഓക്കെ. അപ്പൊ പാർട്ട് 3യുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുമ്പോ തന്നെ നമ്മൾക്ക് പ്രാക്ടിക്കൽ സെഷനിലൂടെ പാരലലി നമ്മൾ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പാർട്ട് 4-നുള്ളിൽ തന്നെ ഈ വൈവയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പാർട്ട് 4 തീർന്ന് നിങ്ങൾ തിയറി എക്സാം അങ്ങ് കഴിയുമ്പോഴേക്കും വേഗം മാർക്ക് ലിസ്റ്റ് എടുക്കാം. നമുക്ക് വൈവ ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസ് കഴിയണം.
Viva mainly depending on this practical session, that is module 3, Montessori apparatus. Okay. അപ്പൊ അതൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റ് മൊമെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. കുറെ പേരൊന്നും വൈവയ്ക്ക് വരുന്നില്ല, അങ്ങനത്തെ ഒക്കെ പേടിച്ചിട്ടാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 1-to-1 ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൺവെർസേഷൻ ആണ് നടക്കുന്നത് 1-to-1. അല്ലാതെ അതിനകത്ത് വേറൊന്നും പേടിക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്ത സോറി വീഡിയോ നിങ്ങൾ ചെയ്ത വർക്ക് എന്താണോ കയ്യിലുള്ളത് അതിനെ റിലേറ്റ് ചെയ്താണ് ചോദിക്കുന്നത്. അതുകൊണ്ട് try to do the work on time. Okay. So, നമ്മള് ക്ലാസ് എവിടെ വരെ? എഡ്യൂക്കേഷണൽ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു മാം. എനിക്ക് 11:30 ഒരു ക്ലാസ് ഉണ്ട്. സോ ഞാൻ മിക്കവാറും 11:35 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ലീവ് ആവുമായിരിക്കും. സാധാരണ നമ്മൾ കുറച്ചു നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. സോ ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി കംപ്ലീറ്റ് ആയോ? യെസ് മാം. ഒരു സെക്കൻഡ് കേട്ടോ. സോ അതിലെ ബാക്കി യൂണിറ്റ്സ്, അതായത് 8ാമത്തെ 9ാമത്തെ 10ാമത്തെ അതെല്ലാം കഴിഞ്ഞോ നിങ്ങളുടെ? 8, 9, 10? ഇല്ല മാം, പാർട്ട് സെക്കൻഡില് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടി ബാക്കിയുണ്ട്. സോ അപർണ മിസ് പാർട്ട് 3-ലെ മോഡ്യൂൾ 1 എടുത്തോണ്ടിരിക്കുകയാണ്, മറിയ മോണ്ടിസോറി അല്ലെ? ഓക്കെ, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. മറിയ മോണ്ടിസോറിയുടെ സിലബസ് ഈ സൈഡിലിരിക്കാതെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ, കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് സെക്കൻഡ് വൺ മോണ്ടിസോറി മെത്തേഡ്സ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ്. അതും മോസ്റ്റ് പ്രോബബ്ലി മാം തന്നെയായിരിക്കും എടുക്കുന്നത്. സോ തേർഡ് യൂണിറ്റ്, 3rd, 4th, 7th, 10 ഈ 4 യൂണിറ്റ്സ് ഞാനായിരിക്കും എടുക്കുന്നത്. നമ്മളുടെ സബ്ജക്റ്റിലെ കോർ പാർട്ടാണ് പാർട്ട് 3. അറ്റ് ദ സെയിം ടൈം അതിലെ കോർ 4 യൂണിറ്റ്സ് ആണ്. പാർട്ട് 3-ലെ മെയിൻ 4 യൂണിറ്റ്സ് ആണ്. ഈ 4 യൂണിറ്റ്സും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുവാണെങ്കിൽ, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ബൈ ഹാർട്ട് ചെയ്യുക, മക്കപ്പ് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. നമ്മളത് ഉള്ളിലേക്ക് എടുക്കണം. ജസ്റ്റ് വിത്ത് നമ്മുടെ ഹാർട്ട് കൊണ്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിൽ 3rd യൂണിറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അതായത് ഒരു കുട്ടിയെ നമ്മൾ നാച്ചുറൽ ആയിട്ട് വളരാനായിട്ട്, അവന്റെ ബുദ്ധിയാണെങ്കിലും ശരീരമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നാച്ചുറൽ ആയിട്ട് വളരാനായിട്ട് സഹായിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോൻ ഇവിടെ വന്നു കേട്ടോ. ലൈക്ക് ആളൊരു 4 years അത്രേ ആയിട്ടുള്ളൂ. 4 years ആയിട്ടില്ലെന്ന് തോന്നുന്നു, ആവണുള്ളൂ. സ്പീച്ച് ഇത്തിരി ലോ ആണ്. പക്ഷെ ആ കുട്ടിയുടെ പവർ ഓഫ് അറ്റൻഷൻ ഒരു രക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ശബ്ദം വരെയും അവൻ ശ്രദ്ധിക്കും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെയുള്ള ശബ്ദമാണെങ്കിലും ശ്രദ്ധിക്കും. പിന്നെ അത് മാത്രമല്ല, മൈന്യൂട്ട് സാധനങ്ങള്, ഡൈനിങ് ടേബിളിലെ ഗ്ലാസിന്റെ ടേബിളായിരുന്നു, അതിന്റെ മുകളിൽ എന്തോ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷെ കുട്ടി അത് കണ്ടുപിടിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുവാണെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കും. ഈ നടക്കുന്നത് പാദം മുഴുവനും ഇങ്ങനെ ഫ്ലോറിൽ പതിയണില്ല, ആ ഒരു രീതിയിൽ നടക്കുകയാണ്. ഓക്കെ, അവന്റെ സ്പീച്ച് ഇത്തിരി സ്ലോ ആണ്. അത് അവരെ ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ആള് ഭയങ്കര ഷാർപ്പാ, അങ്ങനെ കണ്ടു. അപ്പൊ നമ്മൾ ഇനി ഒബ്സർവ് ചെയ്യാൻ പോവാ. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. കാരണം പാർട്ട് 2-ല് നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, പിന്നെ സൈക്കോളജി പാർട്ടൊക്കെ ആണ് പറഞ്ഞു വന്നതല്ലോ. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിലും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു അസസ്മെന്റ് ടൂളിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നമുക്ക് മേടിച്ചിട്ടുണ്ട് മാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പാർട്ട് 2-ലെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഏതെങ്കിലും കുട്ടികളെ ഒബ്സർവ് ചെയ്തപ്പോ അത് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യൂ, കുഞ്ഞിന്റെ പേര് വല്ല ABC അങ്ങനെ കൊടുക്കൂ. പക്ഷെ നമുക്ക് അറിയണം A എന്ന് പറയുന്നത് ഏത് കുട്ടിയാണെന്നുള്ളത്. കാരണം ഓരോ കുട്ടികളെ കണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ
1 or 5 കുട്ടികളായിരിക്കില്ല, 20, 30 അങ്ങനെ കുട്ടികളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കുട്ടികൾക്കും ഒരു ഫയൽ കീപ്പ് ചെയ്യാം, അവരുടെ ആ ഒരു ഏജിൽ അവരെന്താണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടിക്ക് അത് മനസ്സിലായി, ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായി, നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്താൻ പറ്റി, നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മെന്റൽ ഏജ് 2ാം ക്ലാസ്സുകാരിയുടേതായ ഒരു മെന്റൽ ഏജ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർക്ക് നല്ലൊരു ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റി. കുട്ടി ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. ആ കുട്ടി സൂയിസൈഡിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയ ഒരു കുട്ടിയായിരുന്നു. കാരണം പാരന്റ് പ്രഷർ കാരണം കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കാരണം ആളുടെ മെന്റൽ ഏജ് 2ാം ക്ലാസ്സിൽ നിൽക്കുമല്ലോ. അങ്ങനെ കുട്ടി സൂയിസൈഡ് ചെയ്യും എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തിയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കുട്ടി മാത്രമല്ല, കുട്ടിയുടെ അച്ഛനും, കുട്ടി പഠിച്ചില്ലെങ്കിൽ ഞാനും സൂയിസൈഡ് ചെയ്യും, ആ ഒരു രീതിയിൽ അച്ഛൻ ഭയങ്കരമായിട്ട് ആ ഒരു പ്രഷറും, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി കുട്ടിയും സൂയിസൈഡിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ MT11 ഒരു ശ്രീലക്ഷ്മി നല്ല രീതിയിൽ ഇടപെട്ടു. ശ്രീലക്ഷ്മി അവർക്ക് റെഫർ ചെയ്തു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ. അങ്ങനെ ഇപ്പൊ ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സെഷൻസ് നടക്കുവാണ്. കുട്ടി ഇപ്പൊ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും തുടങ്ങി. മറ്റേത് എഴുതുക വായിക്കൊന്നും ചെയ്യില്ലായിരുന്നു. ദേഷ്യം വരുമായിരുന്നു, കുട്ടിയെ പഠിപ്പിക്കുന്നവർക്ക് ദേഷ്യം വരുമായിരുന്നു, അതുപോലത്തെ ഒരു രീതിയായിരുന്നു. പക്ഷെ ആക്ച്വലി കുട്ടിയുടെ കുഴപ്പമില്ല, അതിന്റെ മെന്റൽ ഏജ് അത്ര ആയിട്ടില്ല. സോ നമ്മള് ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ്, ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. പാർട്ട് 3 ആണ്, ശ്രദ്ധിക്കുക. റെക്കോർഡ് ക്ലാസ് കാണുന്നവരോട് പ്രത്യേകിച്ചും അന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിറ്റേ ദിവസങ്ങളിൽ കാണണം. കാരണം നമ്മൾ മറന്നുപോകും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് മോണ്ടിസോറി മെത്തേഡിലൂടെ നമ്മൾ ഇനി പോവുകയാണ്. ഞാൻ ഷെയർ ചെയ്യാട്ടോ. കുറെ ഡൗൺലോഡ്സ് ഇറങ്ങുന്നത് എവിടെയൊന്നും വിടില്ല. സെർച്ച് ചെയ്താൽ മതി തോന്നുന്നു. ശരിക്കും ഇതിന്റെ നെയിം എന്താന്ന് ഞാൻ മറന്നു. ഓക്കെ, കയ്യിലെ നോട്ട്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ എപ്പോഴേക്കും എന്റെ നോട്ട്സ് ഹാർഡ് കോപ്പി ഒന്ന് കണ്ടുപിടിക്കട്ടെ. ടാബ്ലറ്റ്സ് കഴിക്കാണ്ട്. ഓക്കെ, ഞാനൊന്ന് വീഡിയോ ഇതാക്കട്ടെ. ഇപ്പൊ തന്നെ വരാം. ഒന്ന് വായിച്ചു തുടങ്ങിക്കോളൂ. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. എങ്ങനെ ഒരു കുഞ്ഞിന്റെ നാച്ചുറൽ ഡെവലപ്മെന്റ്, കുഞ്ഞിന്നല്ല ഒരു ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ നമ്മളൊരു ചെടിയെ കുറിച്ച് ആലോചിച്ചാൽ തന്നെയും നമ്മൾ ചെടി സീഡ് കുഴിച്ചിടുന്നു, അതിന്റെ വളർച്ച നമ്മൾ ഇങ്ങനെ കാണുന്നില്ലേ, അത് നാച്ചുറലായി സംഭവിക്കുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു സറൗണ്ടിങ്സിൽ നിന്ന്. എന്തെല്ലാം വാട്ടർ, അതുപോലെ തന്നെ സൺലൈറ്റ്, അല്ലെ, ഇതെല്ലാം പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ ആണ്. ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ആ ചെടി വളരുവാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട്. അതുപോലെ തന്നെയാണ്. അപ്പൊ ശരിയായ ഒരു എൻവിയോൺമെന്റിലാണെങ്കിൽ നല്ല രീതിയിൽ ആ ചെടി വളരും. അതേസമയം എൻവിയോൺമെന്റ് ശരിയല്ലെങ്കിൽ മുരടിച്ചു പോകും. അത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. സോ പ്ലീസ് അത് റീഡ് ചെയ്യൂ, ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ, ഈവൻ നമ്മൾ തന്നെയാണെങ്കിലും നമ്മൾക്കിപ്പോ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളെ അത് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനോ നമുക്കൊരു സങ്കടം എന്തൊക്കെയോ വരൂലേ. നമ്മളുടെ പിന്നെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് നല്ല രീതിയിൽ നല്ലൊരു ഔട്ട്കം ആയി വരുന്നില്ല, നമ്മളുടെ പോസിറ്റീവ്നെസ് അങ്ങോട്ട് കുറയാൻ തുടങ്ങും. സോ ശരിയായ ഒരു അന്തരീക്ഷത്തിലാണ് നമുക്ക് എല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു റീപ്ലനിഷിങ്, ഫ്ലറിഷിങ് എന്നൊക്കെ പറയില്ലേ, പുഷ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ ഒന്ന് വായിക്കൂ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് പ്ലീസ്. ഓക്കെ മാം.
ഓർത്തിരുന്നോളൂ. രണ്ടുപേര് പറഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് പറയുന്നത് വായിച്ചോളൂ. ഞാൻ പേരൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ, സോറി. ഓക്കെ, എന്നാ വായിക്കട്ടെ മാം. Have you noticed the difference between human babies and animal babies? Human babies seems to be more incapable than animals at birth. Animals can walk within hours after birth. Some can skim around then creep like puppies. But human babies can barely do anything at all. They cannot move on their own. And they are so helpless that they can't even lift their own head. They just lay there and cry. Sea turtles, newly divorced on a beach, will naturally move toward the ocean. A joy climbs into his mother pouch upon being born. Why are we born like this? It's because the animals have special aptitude which help them for their development. In the human child, instincts have withdrawn to give place to something higher. To the brilliance and will of man, animals have merely to activate their instincts toward their specified behavior, and their psychic life is limited to this. But in man, there is other fact, the creation of human brilliance. But a human baby is not born with intelligence. It develops as a result of the communication with its environment and as the spiritual embryo unfolds. Montessori opinion. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മള് കണ്ടിട്ടുണ്ടാവല്ലേ അനിമൽസിന് ബേബി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലങ്ങളില് എന്റെ അമ്മ വീട്ടിലൊക്കെ ഇങ്ങനെ പശുക്കുട്ടി ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടാവും. ആനക്കുട്ടി ഉണ്ടാവുന്നതോ അങ്ങനെ എന്തെങ്കിലും, ക്യാറ്റ്, ഡോഗ്, അങ്ങനത്തെ സാധനങ്ങള്. നോക്കൂ, ഈ പശുക്കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആനയുടെ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ജനിച്ച ഉടനെ എന്താ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാ? എന്താ ചെയ്യുക ഒരു പശുക്കുട്ടി? ആനയാണെങ്കിൽ മാം, അമ്മ ജനിച്ച പാടെ 2 തട്ട് കാലുകൊണ്ട് അപ്പൊ തന്നെ അത് എണീക്കുകയും ചെയ്യും. എണീറ്റ് അവര് പാല് സക്ക് ചെയ്ത് കുടിക്കാനായിട്ട് തുടങ്ങും. അവർക്ക് പിടിച്ചു കൊടുക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഹ്യൂമൻ ബേബീസ് പിടിച്ചു കൊടുക്കണം. അത് മാത്രല്ല, അവർ എണീറ്റ് നടക്കുവോ? എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് ഒരു വയസ്സാവാറാവുമ്പോഴാണല്ലോ നടക്കാൻ തുടങ്ങുന്നത്. ഇത് പശുക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ വേച്ച് നടന്ന് പിന്നെ അത് നല്ലപോലെ നടന്ന് പിന്നെ അത് ഓടാൻ തുടങ്ങും. പിറ്റേ ദിവസം നമുക്ക് കാണാം അത് ഓടി നടക്കുന്നത്. മിക്കവാറും ഒരു നൈറ്റിലൊക്കെയാണ് അതിന്റെ ഡെലിവറി നടക്കുന്നെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ പശുക്കുട്ടി ഓടി നടക്കുന്നത് നമുക്ക് കാണാം. തന്നെ പോയി വിശക്കുമ്പോ പാല് കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. കൊച്ചുകുട്ടികൾ ആ വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കുന്നു. എന്ത് പെട്ടെന്നാണ് അവരിൽ ആ ചേഞ്ചസ് വരുന്നതിൽ. അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. പെട്ടെന്നാണ് ആ അനിമൽ ബേബീസിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് വരുന്നത്. അതേസമയം ഹ്യൂമൻ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിപ്പെൻഡന്റ് ആണ്. അവരുടെ ഹെഡ് തല ഉറയ്ക്കാൻ തന്നെ സമയം എടുക്കും. അവിടെയും ഒരു സപ്പോർട്ട് കൊടുത്താണ് നമ്മൾ കുറേ നാള് കുട്ടിയെ കൊണ്ട് നടക്കുന്നത് അല്ലെ? തല ഇറക്കണ വരെയും നമ്മള് സപ്പോർട്ട് ചെയ്യും. ഈവൻ വിഷൻ കറക്റ്റ് ആവാനായിട്ട് എത്രയോ ദിവസങ്ങൾ എടുക്കും. അവരുടെ സോഷ്യൽ സ്മൈൽ അത് കറക്റ്റ് ആവാനായിട്ട് എത്രയോ സമയം എടുക്കും അല്ലെ? സോ അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഹ്യൂമൻ ബേബീസിലാണെങ്കിലും. അതുപോലെ തന്നെ ഹ്യൂമൻ ബേബീസിന്റെ കാര്യം ഡിപ്പെൻഡന്റ് ആണ് അവര്. ഭക്ഷണം കൊടുക്കാൻ ഒരാൾ വേണം, കുളിപ്പിക്കാൻ ഒരാൾ വേണം, എല്ലാത്തിനും ഒരു സഹായമില്ലാതെ അവർക്ക് പറ്റില്ല. സോ അങ്ങനെ വന്നപ്പോഴേക്കും ഈ എന്താ പറയാ, ഈ അനിമൽസിന് ഇൻബോൺ ആയിട്ട് ചില ഇൻസ്റ്റിങ്ക്റ്റുകൾ, കഴിവുകൾ ഉണ്ട്. പക്ഷെ ഹ്യൂമൻസിന് ആ ഒരു കഴിവ് വരുന്നില്ല. മനസ്സിലായിട്ടോ? അപ്പൊ അനിമൽസിന് അങ്ങനെ ഇൻബോൺ ആയിട്ട് അങ്ങനെ ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് അതിന് പകരം പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾ 10th യൂണിറ്റിലേക്ക് വരുമ്പോ അത് വരും. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമ്മളുടെ ആ എനർജി വർക്കൗട്ട് ആവുള്ളൂ.
ഓക്കെ, നമ്മളുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ആരെങ്കിലും ഒന്ന് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്താണ് ഏതോ ഒരു പുരാണ കഥാപാത്രം ഉണ്ടല്ലോ, ഭീഷ്മരാണോ ഭീഷ്മരോ ഹനുമാനാണോ ഏത് കഴിവ് ഓർമ്മിപ്പിക്കുമ്പോഴാണ് അവർക്ക് ഓ എനിക്ക് ഇത്രയും കഴിവുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഹ്യൂമൻസിന്റെ കാര്യത്തിലും. ജനിക്കുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, നടക്കാനും ചിന്തിക്കാനും ക്രിയേറ്റിവിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ അത് ആരെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്യണം, ഒന്ന് ഉണർത്തണം, എന്നാൽ മാത്രമാണ് അവർ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ ആ ഒരു ഫോഴ്സ്, അങ്ങനെ ആ ഒരു പൊട്ടൻഷ്യലിനെ ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സും നമ്മുടെ ബോഡിയിൽ തന്നെയുണ്ട്. അതിനെ അറിയാൻ വേണ്ടി ഹോം എന്നാണ് പറഞ്ഞത്. ഹോർമോൺസ് എന്നുള്ള മീനിങ്ങില് ഹോം എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുല എന്നുള്ളത്. യൂണിറ്റ് 10 നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോണ്ട. ഇതാണ് സംഭവം. നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ നെബുലേനെ തള്ളിവിടാനായിട്ടുള്ള എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. ഹോർമോൺ എന്ന് പറയുന്നത് ഇത് തന്നെ. ഇത് നമ്മുടെ ഉള്ളിലൊക്കെ ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഓരോ കാര്യങ്ങളും പെട്ടെന്ന് അലേർട്ട് ആയിട്ട് ചെയ്യാനൊക്കെ ആ ഹോർമോൺസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പല രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ട്, ഇൻസുലിൻ, തൈറോയ്ഡ്, അങ്ങനെ പല രീതിയിലുള്ള ഹോർമോൺസും കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിൽ നമുക്കുള്ള കഴിവിനെ ഉണർത്തിവിടാനായിട്ട് ട്രിഗർ ചെയ്യുന്നത് ഇതുപോലുള്ള എനർജി സോഴ്സസ് നമ്മുടെ ബോഡിയിൽ തന്നെയുണ്ട്. അപ്പൊ ജനിക്കുമ്പോഴേ ഈ പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അതിന് ടൈം എടുക്കും. അതിന് ഒരാളിങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ടൈം എടുക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഇങ്ങനെ അനിമൽ ബേബീസ് അവരാദ്യം വേയിച്ച് പിന്നെ ഇഴഞ്ഞൊക്കെ അങ്ങനെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യും. പക്ഷെ ഹ്യൂമൻ ബേബീസിന് സമയമെടുക്കും. അവര് ഡിപ്പെൻഡന്റ് ആണ്, അവർ ഹെൽപ്ലെസ് ആണ്. ഈവൻ അവരുടെ തല വരെ ഉയർത്താനായിട്ട് പറ്റില്ല. അവർ കിടന്ന് കരയും. എന്തെങ്കിലും അവർക്ക് ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ കരഞ്ഞാണ് അവരത് ശരിയാക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കടലാമകള്, അമ്മ കടലാമ ഇങ്ങനെ കടലിന്റെ തീരത്ത് അവിടെയായിരിക്കും ഈ മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ നേരെ പോകുന്ന കടലിലേക്ക്. അവരോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ ഷെൽട്ടർ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം അവിടെയാണ്, കടലിലാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ല, സീറ്റായിട്ടിരുന്ന്. അപ്പൊ അവരങ്ങനെയും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് പാരഗ്രാഫില് ലാസ്റ്റ് സെന്റൻസ് എ ജോയ്, ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. JOEY ആണ് കേട്ടോ. ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JOEY. ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാങ്ക്രുവിന്റെ കുട്ടീനെയാണ് ജോയ് എന്ന് പറയുന്നത്. അത് കാങ്ക്രുവിന് എന്താ പ്രത്യേകത, ഒരു പൗച്ച് ഉണ്ടല്ലേ മടിയില്. അപ്പൊ കുട്ടിക്ക് അറിയാം അത് ദാറ്റ് ഇസ് ഫോർ മീ, എനിക്കിരിക്കാനുള്ളതാണ്. അതൊന്നും അവനാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ജനിക്കുമ്പോ തന്നെ ആ പൗച്ചിനകത്തേക്ക് ചാടി കയറി ഇരിക്കുകയോ ചെയ്യും. ഓക്കെ, ഇതെല്ലാം അപ്പൊ അനിമൽ ബേബീസിനെല്ലാം ആ ഒരു ഇൻസ്റ്റിങ്സ് ഉണ്ട്. ദേ നോ വാട്ട് ടു ഡു എന്നുള്ളത്. ആ ഒരു ഇൻസ്റ്റിങ്സ് ഉണ്ട്. അവരെ ആരും പഠിപ്പിക്കേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെയാണ് അവരവരുടെ ഇൻസ്റ്റിങ്സ്, കഴിവുകൾ, അവരുടെ ആ ഒരു സവിശേഷതകൾ കൊണ്ട് അവർ മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷെ ഹ്യൂമൻ ബേബീസിന് അവർ ഡിപ്പെൻഡന്റ് ആണ്. അവർക്ക് കുറെ നാളുകൾ തന്നെ സഹായം വേണ്ടി വരും. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് ഹ്യൂമൻ ചൈൽഡില് ഇത് ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ഈ ഇൻബോൺ ഇൻസ്റ്റിങ്സ്, ആ ഒരു ഇൻബോൺ പാറ്റേൺ ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഉള്ളത്. ശരിക്കും ബ്രില്യൻസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ബാക്കി എന്ത് ജീവികളെക്കാൾ കൂടുതലുണ്ട്. പക്ഷെ അതിന് പകരം ഇതുപോലുള്ള ചില പൊട്ടൻഷ്യൽ എനർജീസ് ഉണ്ട്. ഇത് പിന്നീട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. മറിയ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടി പൂർണ്ണ വളർച്ചയെത്തി അമ്മ ഡെലിവറി ചെയ്യുമല്ലോ, ശരീരം എല്ലാ ഓർഗൻസും ആയി പുറത്തേക്ക് വരുമ്പോഴും മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. എംബ്രിയോ എന്നാണല്ലോ നമ്മൾ ഭ്രൂണത്തിന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി ഇതിന് സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. കുട്ടിയുടെ മൈൻഡിന് സ്പിരിറ്റ്, ആ ഒരു സ്പിരിച്വൽ എംബ്രിയോ അപ്പോഴും ജനിച്ച ഉടനെയും മാനസിക വളർച്ചയായിട്ടില്ല. നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് വളർന്നിട്ടില്ല, ഇപ്പോഴും ശിശുവാണ്, കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കളിയിട്ടില്ലേ. സെയിം, ആ ഒരു മനസ്സ് വളർന്നിട്ടില്ല കുഞ്ഞിന്റെ. അപ്പൊ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബേബീസ് ഇന്റലിജൻസുമായിട്ട് ജനിച്ചിട്ടില്ല. അനിമൽ ബേബീസിന് ദേ നോ വാട്ട് ടു ഡു എന്നുള്ളത്, ബട്ട് ഹ്യൂമൻസിന് അറിയില്ല. അവര് ആ ഒരു ഇന്റലിജൻസ് ആയിട്ട് ജനിച്ചിട്ടില്ല. അത് പല ഘട്ടങ്ങളിലായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ മറിയ മോണ്ടിസോറിയുടെ ഒപ്പീനിയൻ ആണ് സ്പിരിച്വൽ എംബ്രിയോ ആണ് കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് അത് സ്പിരിച്വൽ എംബ്രിയോ, അപ്പോഴും ഭ്രൂണാവസ്ഥയിലൊക്കെ വളർച്ച പ്രാപിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ്. അത് സെക്കൻഡ് പാരഗ്രാഫിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുത്തത് വായിച്ചു രണ്ടുപേര് For the child to self-build himself, she concluded that the child must process within the predetermined psychic pattern which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted. Therefore, the child must also develop a sensitive period and an absorbent mind. Montessori described this spiritual embryo or the predetermined psychic pattern as a set of laws. The laws of natural development. These are the inborn powers which make the helpless human babies into the most powerful species on earth. ആ പിക്ചർ വായിക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു കുട്ടി എല്ലാ ഓർഗൻസുമായി പുറത്തു വന്നേ ഉള്ളൂ, അപ്പോഴും ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, മനസ്സ് വളർന്നിട്ടില്ല. അത് സ്പിരിച്വൽ എംബ്രിയോ, ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്, എംബ്രിയോ സ്റ്റേറ്റിൽ തന്നെയാണ്. മറിയ മോണ്ടിസോറി പറഞ്ഞതാണ്. അപ്പൊ ഈ കുട്ടി സെൽഫ് ബിൽഡ് ആയിട്ട് വരണം. ഇപ്പൊ അനിമൽസിനെ കണ്ടില്ലേ, അവര് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്നു. ആ സെൽഫ് ബിൽഡ് ആയിട്ട് കുഞ്ഞുങ്ങളിലും ആ നാച്ചുറൽ ഡെവലപ്മെന്റ് വരണം. അതിന് 2 കണ്ടീഷൻസ് ആണ് നെസസറി ആയിട്ട് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജീവിക്കുന്ന സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്. നമുക്കറിയാം ഒരു 3 years വരെ അവര് വീടുകളിലായിരിക്കും. അവര് ജനിച്ചു വളരുന്നത് അവരുടെ വീടുകളിലായിരിക്കും, അവരുടെ കെയർ ഗിവേഴ്സിന്റെ കൂടെ. പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ്, ചേട്ടൻ, ചേച്ചി, അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ കാണും അല്ലെ. ഇനി അഥവാ പാരന്റ്സ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ കെയർ ഗീവേഴ്സ് ഉണ്ടാവും, കുട്ടിയെ നോക്കാൻ ആരെങ്കിലും കാണും അല്ലെ. അപ്പൊ അങ്ങനെ കുട്ടി ചില ആളുകളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വളർന്നു വരുന്ന ഒരു എൻവിയോൺമെന്റിലാണ് ആദ്യം. 3 years കഴിയുമ്പോൾ കുട്ടി ചെല്ലുന്ന അടുത്ത എൻവിയോൺമെന്റ് ആണ് സ്കൂള്. റെയർ കേസസ് 2.5 years ഒക്കെ ആകുമ്പോൾ ഡേ കെയറിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. ബട്ട് ജനറലി പറയുവാണെങ്കിൽ ഒരു 3 years, അതായത് പ്രീ സ്കൂൾ ആ ഒരു ഏജ് ആകുമ്പോഴാണ് സ്കൂളുകളിലേക്കൊക്കെ പോകുന്നത്. അത് കഴിയുമ്പോൾ 3ാമത് കുട്ടി ഇടപെടുന്ന ഒരു എൻവിയോൺമെന്റ് ആണ് സൊസൈറ്റി. അപ്പൊ ഈ 3 എൻവിയോൺമെന്റുകൾ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് ഹോം, ദെൻ സ്കൂൾ, ദെൻ സൊസൈറ്റി. നമുക്കറിയാം ഒരു 3 years, 4 years, 5 years ഒക്കെ വരെയും ഈ സൊസൈറ്റി എന്ന് പറയുന്നിടത്തേക്ക് കുഞ്ഞു ഒറ്റയ്ക്ക് പോകുന്നുണ്ടാവില്ല. കുറെ അങ്ങ് വലുതാവുമ്പോഴാണ് ഒറ്റയ്ക്കുള്ള ഇടപെടലുകൾ സൊസൈറ്റിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോ ഹോം ആൻഡ് സ്കൂൾ ഈ 2 ഇടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ നല്ലൊരു ഡെവലപ്മെന്റിന് വീടും സ്കൂളും ഒരുപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാണ് പറയാം മോണ്ടിസോറി പറയുന്നത്. അവര് ജീവിക്കുന്ന ആ വീടായാലും സ്കൂളായാലും അവിടെ നല്ലൊരു അന്തരീക്ഷം, ആംബിയൻസ്, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ വേണം. 2ാമത്തെ കാര്യം പറഞ്ഞത് ഫ്രീഡം ആണ്. ഈ 2 കണ്ടീഷൻസ്, ഒന്ന് എൻവിയോൺമെന്റ്, സറൗണ്ടിങ്സ്, കുഞ്ഞ് ജീവിക്കുന്നത്. 2ാമത്തത് ഫ്രീഡം.
കുട്ടിയെ എല്ലാത്തിനും റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ലെറ്റ് ഹിം ഡു ഹിസ് തിങ്സ് ബൈ ഹിംസെൽഫ് അല്ലെ. ഷൂ ഇടാൻ പോകുന്ന കുഞ്ഞിനെ വേണ്ട നീ ഇട്ടാ ശരിയാകില്ല എന്ന് പറയുമ്പോഴേക്കും അവന്റെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുക. ഇസ് ഐ എം നോട്ട് ഗുഡ്, ഞാൻ ചെയ്താൽ ശരിയാവില്ല. അതേസമയം നമ്മൾ ലെറ്റ് ഹിം ടു ഡു എന്ന് ആവുമ്പോഴേക്കും അവൻ ആ കോൺഫിഡൻസ് വരും അല്ലെ. ഷർട്ട് ഇടുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓക്കെ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അവൻ കുടിച്ച ഗ്ലാസ് കൊണ്ടുപോയി കിച്ചണിൽ വെച്ച് കഴുകാനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ലെറ്റ് ഹിം ഡു, അവനത് ചെയ്തോട്ടെ. അപ്പൊ ആ ഒരു രീതിയിൽ കുഞ്ഞിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹി വിൽ ഡെവലപ്പ് ഇൻ ഹിസ് ലെവൽ. ആ ഒരു രീതിയിൽ തന്നെ സെൽഫ് ബിൽഡിങ്, സെൽഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കും. ഇപ്പൊ 2 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ശരിയായ എൻവയോൺമെന്റും അതുപോലെ തന്നെ ഫ്രീഡം. അവൻ അവന്റെ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് റിവീൽ ചെയ്യാനായിട്ട് പറ്റണം, സപ്രസ് ചെയ്യല്ല, എല്ലാം അവൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. ഈ 2 കണ്ടീഷൻസ് ആബ്സെന്റ് ആണെങ്കിൽ, ഇല്ല എങ്കിൽ ആ കുഞ്ഞിന്റെ സൈക്കിക് ലൈഫ്, അതായത് മാനസിക വളർച്ച, ആ ഒരു മെന്റൽ ആ ഒരു ഡെവലപ്മെന്റ് അത് ശരിയായ രീതിയിൽ എത്തില്ല, നല്ലൊരു പൊട്ടൻഷ്യലിലേക്ക് എത്തില്ല. അവന്റെ പേഴ്സണാലിറ്റി താന്നുപോകും, ആ വളർച്ച മുരടിച്ചു പോകും, മാനസിക വളർച്ച സ്റ്റണ്ട് നിന്നുപോകും. അതുകൊണ്ട് കുട്ടിക്ക് നല്ല പോലെ ഡെവലപ്പ് ചെയ്യണം. അവനിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള 2 ടൂൾസ്, എയ്ഡ്സ് ആണ്. അവനെ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. അവൻ ചുറ്റുപാടുമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എല്ലാം കേൾക്കും, കാണും, പിന്നെ ടേസ്റ്റ് ചെയ്യും അല്ലെ, എല്ലാം മണത്തും, അങ്ങനെ എല്ലാമായിട്ട് അവന്റെ സെൻസസ് നല്ല പോലെ ഷാർപ്പാകുന്ന ഒരു ഏജ് തന്നെയാണ്. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് ആണ്, എൻവയോൺമെന്റുമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ് ആയിരിക്കും, കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങോട്ട് അബ്സോർബ് ചെയ്യും, അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പ്രായമുണ്ട്, ഒരു 3 years ഒക്കെ വരെ. ഒരു 3 years ഒക്കെ കഴിഞ്ഞ് പതുക്കെ കുറച്ചങ്ങ് വലുതാകുമ്പോഴേക്കും അവർക്ക് റൈറ്റ് റോങ് അത് മനസ്സിലാകും, അതല്ലേ ശരി തെറ്റ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. അമ്പിളിമാവനെ പിടിച്ചതെന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിച്ചു ഭക്ഷണം മുഴുവൻ കഴിക്കും അല്ലെ. അപ്പൊ അങ്ങനെ കുട്ടിയെ പറ്റിച്ച് ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പാരന്റ്സ് ചെയ്യിക്കാറുണ്ട്, അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും അത് അങ്ങനെ കിട്ടുന്ന സാധനമൊന്നുമല്ല എന്നുള്ള. അപ്പൊ ഫാക്ട് അവർ തിരിച്ചറിയാൻ തുടങ്ങും. അവരുടെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ് അവര് ശരി എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇനി ആ ഒരു പിക്ചറിലേക്ക് നമുക്ക് പോവാം. അതിനെന്താ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പറയാൻ പോവാണ്. ആ ഒരു ഡയഗ്രത്തിൽ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ചൈൽഡ് എഴുതിയിട്ടുണ്ട്, കുട്ടി അല്ലെ. പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ. ഇവിടെ കുട്ടിയിൽ ഉണ്ടാകേണ്ട കുറെ കാര്യങ്ങള്, ലോ ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിച്ചത് കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ്. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അത് അവൻ ഓരോരോ ആക്ടിവിറ്റീസ് ആദ്യം ചെയ്തു തുടങ്ങും. അവൻ ഇൻഡിപെൻഡന്റ് ആകുന്നു, അവന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യും, അല്ലാതെ ചുറ്റുപാടുമുള്ള ചില കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്കറിയാം. 1 വയസ്സൊക്കെ ആവാറാകുമ്പോഴേക്കും ഇവര് പറഞ്ഞു കൊടുക്കും അല്ലെ, ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ കഴിച്ചോളാം. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അവരെ ഏൽപ്പിക്കാൻ. കാരണം പകുതിയും അകത്ത് പോവില്ല, കുറെ താഴെ പോകും, കുറെ പൂച്ചയ്ക്ക് കൊടുക്കും, കുറെ കാക്കയ്ക്ക് കൊടുക്കും, അങ്ങനെ. പക്ഷെ അത് ചെയ്തോട്ടെ, വിശക്കുമ്പോ എന്തായാലും അവര് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഡ്രസ്സ് ഇടുന്നത്, ഷൂ ഇടുന്നത്, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുവാണ്. പിന്നെ പവർ ഓഫ് അറ്റൻഷൻ. ഞാൻ വീട്ടിൽ വന്നൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഭയങ്കര ശ്രദ്ധയാ. എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. ഏത് ഡയറക്ഷനിൽ നിന്ന് വന്നതെന്ന് വരെ പെട്ടെന്ന് മനസ്സിലാകും. ആ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ. ഓക്കെ, പിന്നെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് അത് നടക്കുവാണ് കുഞ്ഞുങ്ങളിൽ. ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്ക് ഈ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഈ ബ്ലോക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്നുണ്ട് കേട്ടോ, കണ്ടോ താഴെ ഓരോന്നായിട്ട്. ഓക്കെ, പിന്നെ കുട്ടിയുടെ നമ്മുടെ ടെക്സ്റ്റിലാണ് ഒട്ടും വായിക്കാൻ പറ്റാത്ത, ടെക്സ്റ്റില് ഫുള്ള് ബ്ലർ ആയിട്ടാണ്. ക്ലിയർ അല്ല. ആണോ? എന്തായാലും ഈ കൊടുത്തിരിക്കുന്ന ലോ ഓഫ് വർക്ക്, ആദ്യത്തെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് child's imagination or creation, development of the emotional spiritual life,
സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്. ഇത് നമുക്ക് 1 by 1 ആയിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി തുടങ്ങുന്നത് നെക്സ്റ്റ് സെഷൻ. ഇനി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പല ഇൻബോൺ ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ്, ആ ഒരു പാറ്റേൺ വെച്ചിട്ട്, സൈക്കിക് പാറ്റേൺ വെച്ച് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ഏജിലും കുട്ടിയിലുണ്ടാകുന്ന ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഓൾറെഡി പാർട്ട് 2 അത് കണ്ടു അല്ലെ? അതിലെ സൈക്കിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് എംഫസൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടത്, നെസസറി ആയിട്ട് വേണ്ടത്. അത് പറഞ്ഞു. ഒന്ന്, കുഞ്ഞ് വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റ്. രണ്ടാമത്തത് ഫ്രീഡം, കുട്ടിക്ക് അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം, അവന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ള ഫ്രീഡം. അതാണ് 2 കണ്ടീഷൻസ് വേണ്ടത്. പിന്നെ കുട്ടിക്ക് അതിനെ സഹായിക്കുന്ന ഇന്റേണൽ എയ്ഡ്സ്, അവന്റെ ഉള്ളിൽ തന്നെ അവനെ ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവന്റെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് പീരീഡ് ആണ് ആ ഒരു ചെറിയ പ്രായത്തില്. അതായത് ചുറ്റും നടക്കുന്നതുമായിട്ട് സെൻസിറ്റീവ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കും, കേൾക്കുന്നത് നോക്കും, കേൾക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കും, തൊട്ട് നോക്കും, മണത്ത് നോക്കും, ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെയുള്ള ഒരു സെൻസിറ്റീവ് പീരീഡിലൂടെയാണ് കുട്ടി പോകുന്നത്. നെക്സ്റ്റ്, അബ്സോർബർ മൈൻഡ്. കാണുന്നത് മുഴുവനും അവരവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അബ്സോർബ് ചെയ്യുക. ഒരു സ്പഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം മുഴുവനും അബ്സോർബ് ചെയ്യുന്ന പോലെയാണ് കുഞ്ഞിന്റെ മൈൻഡ്, അബ്സോർബർ മൈൻഡ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയുകയാണ്. ലോ ഓഫ് വർക്ക്. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഉണ്ട്, അതൊന്ന് വായിക്കണം. നമ്മൾ കുറച്ചിങ്ങനെ ആയി വന്നത് കൊണ്ടാണ് ഞാൻ 2 പാരഗ്രാഫ്സ് ആയിട്ട് വായിപ്പിക്കുന്നത് കേട്ടോ. യെസ്, നെക്സ്റ്റ് ലോ ഓഫ് വർക്ക്. ആരാ റീഡ് ചെയ്യും? ഞാൻ വായിക്കാം മാം. യെസ്. Law of work. Montessori assumes that children prefer work to play. Love of work includes the ability to choose, work freely, and to find serenity and joy in work. According to Maria Montessori, children at Casa dei Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of physic integration as the normalization of the child. Through work, children become normal. അത്രയാണോ മാം? നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ, ചെറിയൊരു കാര്യം. Among the revelations the child has brought us, there is one of fundamental importance, the phenomenon of normalization through work. It is certain, but the child aptitude for work represents a vital instinct, for without work his personality cannot organize itself and deviates from the normal lines of its construction. Man built himself through working. The work of a child is different from that of a grown-up. സോ ലോ ഓഫ് വർക്ക് നമ്മളുടെ ഫസ്റ്റ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ഒരു പ്രീ ഡിറ്റർമിൻഡ് പാറ്റേൺ അനുസരിച്ച്, സൈക്കിക് പാറ്റേൺ അനുസരിച്ച് കുട്ടി എങ്ങനെയാണ് ഡെവലപ്പ് ആയി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിന് വേണ്ട നെസസറി കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അവൻ വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റ് ആൻഡ് ഫ്രീഡം. അവനെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവർ ഫ്രീഡം അല്ല, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവരെ അറിയാതെ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ എൻജോയ് ചെയ്യുന്നു അവരുടെ ആ ഫ്രീഡം. ബട്ട് അതിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ, നമ്മൾ പട്ടം പറത്തുന്ന പോലെ തന്നെ അല്ലെ, പട്ടം എത്ര മുകളിൽ പോകണം എന്നുള്ളത് കാറ്റിന്റെ ഇതിനനുസരിച്ചാണ്, പക്ഷെ അതിനെ നമ്മൾ താഴെ നിന്നൊരു ചരട് കൊണ്ട് കൺട്രോൾ ചെയ്യും. നമ്മളുടെ കയ്യിൽ നിന്ന് ചരട് വിട്ടുപോയാൽ അത് അങ്ങോട്ട് പോകും, ചിലപ്പോ എവിടെയെങ്കിലും തങ്ങി നിൽക്കും, അല്ലെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്.
അവര് ഫ്രീ ആയിട്ട് പറന്നോട്ടെ, പക്ഷേ അതിന്റെ ആ ചരട് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും, അല്ലെ? ഓക്കെ. പിന്നെ അതിന് കുട്ടിയിൽ തന്നെയുള്ള 2 ക്വാളിറ്റീസ് ആണ് അവരുടെ അബ്സോർബൻ മൈൻഡ്, എന്തും പെട്ടെന്ന് മനസ്സിലാക്കി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ്. ദെൻ സെൻസിറ്റീവ് ആണ് അവര്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അവരുടെ സെൻസസ് യൂസ് ചെയ്ത് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. പിന്നെ ഈ അബ്സോർബൻ മൈൻഡ് എന്ന് പറയുന്നത് ഒരു 3 years കഴിയുമ്പോൾ, കാരണം 3 years വരെ നമ്മൾ പറഞ്ഞു എന്തും അവർ വിശ്വസിക്കുന്നു. 3 years കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യും വേറെ ചില സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. അവിടെയാണ് അവര് ഫാക്ട് ഏതാണ്, ശരി ഏതാണ്, തെറ്റേതാണ്, ഗുഡ് ഈവിൾ മനസ്സിലാക്കുന്നു. പിന്നെ ജസ്റ്റിസ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെ രീതിയിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ തുടങ്ങും. അവരുടെ ഒരു അഡോളസൻസ് ഏജിലേക്ക് ചെല്ലുമ്പോഴേക്കും അവര് നല്ലത് ചീത്ത മനസ്സിലാക്കുന്നു, ഗുഡ് ടച്ച് ബാഡ് ടച്ച് മനസ്സിലാക്കുന്നു, ജസ്റ്റിസ് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നു. അതൊക്കെ ഈ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് മാറി മൈൻഡിന്റെ രീതി മാറുമ്പോഴാണ് കുഞ്ഞ് അങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിലാക്കി വരുന്നത്. അതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ലോ ഓഫ് വർക്ക്. മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികള് പ്രിഫർ വർക്ക് ടു പ്ലേ. അവർക്ക് കുറെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരു സയന്റിഫിക് രീതിയിൽ പോകുമ്പോഴാണ് അതിനെ വർക്ക് ടു പ്ലേ എന്ന് പറയുന്നത്. അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. എക്സ്പെൻസീവ് ടോയ്സ് വെക്കുന്നതിനേക്കാളും മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ് കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്തത്. മറിയ മോണ്ടിസോറി അത് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂമിലേക്ക് മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ട്, അവർക്ക് അറിയില്ലായിരുന്നു ഈ മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് ശരിയായ രീതിയിൽ അറിയില്ല, അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണെന്നും അവർക്കറിയില്ല. അവർ ആദ്യമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ വരിക. കുട്ടികളുണ്ടല്ലോ, സാധാരണ നമ്മളും അങ്ങനെയല്ലേ, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പോകുമ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുമല്ലോ. ആ ഒരു രീതിയിൽ അവർ കുറേ ടോയ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു, എക്സ്പെൻസീവ് ടോയ്സ്. മറിയ മോണ്ടിസോറി എന്ത് ചെയ്തു, ഈ ടോയ്സ് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചു. അറ്റ് ദ സെയിം ടൈം അവരുടെ മോണ്ടിസോറി മെറ്റീരിയൽസും ഉണ്ട്. മറിയ മോണ്ടിസോറി സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ഉണ്ട്. കുട്ടികൾ കാര്യമായ ഇൻട്രസ്റ്റ് ഒന്നും ടോയ്സിൽ കാണിച്ചില്ല. അവർക്ക് ഈ അവര് വർക്ക് ചെയ്യുന്ന ദാറ്റ് ഇസ് അവരുടെ പ്ലേ അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി ദേ ആർ വർക്കിംഗ്. മറിയ മോണ്ടിസോറി പറയുന്നത് അവർ വർക്ക് ചെയ്യാണെന്നാണ്. ബട്ട് കുട്ടികൾ ത്രൂ ദാറ്റ് പ്ലേ അവരുടെ ആക്ടിവിറ്റി അത് ഡെവലപ്പ് ചെയ്തു വരുന്നു. അങ്ങനെ അപ്പൊ ഈ വർക്കിനോടുള്ള ഇഷ്ടം അവർക്ക് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചൂസ് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അല്ലാണ്ട് ഇവരാരും ഇത് നീ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നില്ല. അതാണ് മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസ് റൂം മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾക്ക് അത് വരുന്നുണ്ട് അതിന്റെ കമ്പാരിസൺ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, വളരെ ശാന്തമായിട്ട് കോൺസെൻട്രേഷനോടുകൂടി പീസ്ഫുൾ ആയിട്ട്, സെറനിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന പീസ്ഫുൾ, സന്തോഷത്തോടു കൂടി അത് ചെയ്യും. അതേസമയം നമ്മളായിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ അവരത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അത് അവരുടെ ഇട്ടിട്ട് പോകും. ഓക്കെ, കാസാഡി ബാമ്പിനി എന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞോ ഫസ്റ്റ് യൂണിറ്റില്? ഇല്ല, അതിന്റെ തൊട്ട് മുമ്പ് വരെ എടുത്തേ. അത് വേറൊന്നുമല്ല, മറിയ മോണ്ടിസോറി ആദ്യമായിട്ട് തുടങ്ങിയ മോണ്ടിസോറി സ്കൂൾ എന്ന് പറയാൻ അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കാസാഡി ബാമ്പിനി എന്ന് പേര് കൊടുത്തത്. അതൊരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. അങ്ങനെയാണ് മറിയ മോണ്ടിസോറി, നമ്മൾ മോണ്ടിസോറി സ്കൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണു. പക്ഷെ കാസാഡി ബാമ്പിനി ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് മോണ്ടിസോറി പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ വരുന്ന രണ്ടാമത്തെ വീടാണല്ലോ സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പേരിട്ടത്. അത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയെന്നുള്ളതൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ ദെൻ അപ്പൊ അവരുടെ ആ ഒരു വർക്കിലൂടെ കുട്ടികള് പതുക്കെ അവർക്ക് പല ക്വാളിറ്റീസ്, പല ഡെവലപ്മെന്റും കുട്ടികൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങി. ഈ കാസാഡി ബാമ്പിനിയിൽ നിന്ന് അവർ ഓരോന്നും ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ ഒബ്സർവ് ചെയ്തു കുട്ടികളിലുണ്ടായ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, എന്ത് കിട്ടിയാലും വലിച്ചെറിയുന്ന, നശിപ്പിക്കുന്ന, ചിലപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവൂലേ കുട്ടികളെ, അത് അഗ്രസീവ്നെസ്, ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് അവരിക്കും. അതുപോലെ തന്നെ ഹോസ്റ്റിലിറ്റി, ഒട്ടും ഫ്രണ്ട്ലി അല്ലാതെ അൺപ്ലസന്റ് മാനറിൽ അങ്ങനെ ഇരിക്കുന്ന ചില കുട്ടികൾ, ഒരു അഹങ്കാരം പിടിച്ച പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
ആ ഒരു സ്ലം ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളിൽ വന്ന ചേഞ്ചസ് ഒക്കെയാണ് ആ കാസാഡെ ഉണ്ടാവാനുള്ള കാരണം. സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രഷ്, ഒരു ഡേ കെയർ പോലെ ചെയ്യാമോന്ന് ലോക്കൽ അതോറിറ്റീസ്, മേ ബി മേയർ, അങ്ങനെ ഗവൺമെന്റ് അതോറിറ്റി പറഞ്ഞപ്പോഴാണ് മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു കാസാഡെ ബാംബിനി സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ വന്ന കുട്ടികളെല്ലാം ഭയങ്കര വയലന്റ് നേച്ചർ, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, അങ്ങനെ അഗ്രസീവ്നെസ്, ഹോസ്റ്റിലിറ്റി ഒക്കെ ആയിട്ട് ഒട്ടും പ്ലസന്റ് അല്ലാത്ത രീതിയിലുള്ള കുട്ടികളായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ അവർ ആ എൻവയോൺമെന്റിൽ ഇരുന്ന് അവർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അവരിൽ ആ മാറ്റം ഭയങ്കരമായിട്ട് അവരുടെ ഈ നേച്ചർ എല്ലാം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തുടങ്ങി. ആ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, ബിഹേവിയർ, അഗ്രസീവ്നെസ്, വയലന്റ് ആയിട്ടുള്ളത്, അൺപ്ലസന്റ് മാനർ, അതൊക്കെ മാറി. അത് ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് അവരെ അങ്ങനെ ഡെവലപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്തു. അവരങ്ങ് സബ്മിസീവായി, എല്ലാം നല്ല രീതിയിൽ അവര് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു കാമായി, പീസ്ഫുൾ ആയി ആഫ്റ്റർ വർക്കിംഗ് വിത്ത് മെറ്റീരിയൽസ്. ആ ഒരു പ്രിപ്പയർഡ്, അതാണ് ലോ ഓഫ് വർക്ക്. ശരിയായ ഒരു എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവർ ഇഷ്ടപ്പെട്ട് തുടങ്ങി അവർ ചെയ്യുന്ന കാര്യങ്ങൾ. പതുക്കെ പതുക്കെ അവരിൽ പല പല ക്വാളിറ്റീസ്, ഭയങ്കര വയലന്റ് ആയവര് കാമായി, പീസ്ഫുൾ ആയി, ഭയങ്കര അറ്റൻഷനോടുകൂടി വളരെ പ്ലസന്റ് ആയി മാറി ആ ഒരു എൻവയോൺമെന്റും കുട്ടികളും. അവരുടെ എല്ലാ അങ്ങനത്തെ നെഗറ്റീവായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ഡിസപ്പിയർ ആയി. അപ്പൊ കോൺസെൻട്രേഷൻ, അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. നിങ്ങൾക്ക് ഈ പാർട്ട് 3 ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ ഞാൻ ഇത് എടുത്തോണ്ടിരിക്കുന്ന സമയം തന്നെ ടീച്ചർ അതിലേക്ക് എത്തും. അപ്പൊ അതിന് മനസ്സിലാവും എന്താണ് നോർമലൈസ്ഡ്, എന്താണ് ഡീവിയേറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ അൺപ്ലസന്റ് നേച്ചർ, ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ, ബിഹേവിയർ, അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളെ ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്നുള്ള കാറ്റഗറിയിലാണ് മറിയ മോണ്ടിസോറി പെടുത്തിയിരിക്കുന്നത്. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പെർഫെക്റ്റ്, അവരെല്ലാത്തിനും ടോപ്പ്, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ആക്ടിവിറ്റി ചെയ്ത് തീർക്കുന്നു എന്നല്ല. അവരൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൽ വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് ചെയ്യുന്നു. ചുറ്റുമുള്ള ഒന്നിനെയും ആരെയും അവർ ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോ 10 മിനിറ്റ് എടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ അരമണിക്കൂർ എടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂർ എടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ടായിരിക്കാം. അവരെ എല്ലാം നോർമലൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിലാണ് എടുത്തത്. അപ്പൊ ഈ കാസാഡെ ബാംബിനിയിലേക്ക് വന്ന സാൻ ലോറൻസിലെ ആ സ്ലം ഏരിയയിൽ നിന്ന് വന്ന കുട്ടികള് ആദ്യമെല്ലാം ഡീവിയേറ്റഡ് ആയിരുന്നു. അവർ പതുക്കെ പതുക്കെ നോർമലൈസ്ഡ് ആയി മാറുന്ന ഒരു കാഴ്ചയാണ് കാസാഡെ ബാംബിനിയിൽ കണ്ടത്. അതിന് കാരണം മറിയ മോണ്ടിസോറി വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ആക്ടിവിറ്റീസ്. പിന്നെ അവരുടെ ആ ഒരു ക്ലാസ് റൂം എന്നല്ല പറയുന്നത്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. ആ ഒരു എൻവയോൺമെന്റ് അവരെ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് അവരെ മാറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ത്രൂ വർക്ക് കുട്ടികൾ നോർമലായി, അതായത് നോർമലൈസ്ഡ് ആയി. അത് നോർമലൈസേഷൻ ആ വർക്കിലൂടെ കിട്ടുവാണ്. അതൊരു ഫണ്ടമെന്റൽ ആണ്. വൺസ് നോർമലൈസ്ഡ് ആയി കഴിയുമ്പോഴാണ് പിന്നെ അവരിൽ ബാക്കി എല്ലാ ക്വാളിറ്റീസും വരുന്നത്. അത് ഓരോന്നായിട്ട് പറയും. അതായത് അവരുടെ തന്നെ ഡിസിപ്ലിൻ വരും, ഒരു ഓർഡർ വരും, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സ്ട്രക്ചറും ഓർഡറും ഉണ്ടാകും, അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടാകും, പവർ ഓഫ് അറ്റൻഷൻ കൂടുതലായിരിക്കും, റെസ്പെക്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു, ലവ് ചെയ്യുന്നു, അങ്ങനെ കുറെ ക്വാളിറ്റീസ് കുഞ്ഞുങ്ങളിൽ വരികയാണ്. അപ്പം മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അപ്പോ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമ്മളെ തന്നെ സെൽഫ് മെയ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ അങ്ങനെ ആവുന്നതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ ത്രൂ ആക്ടിവിറ്റീസ് ആണ് നമുക്കത് ആവും. ഒന്നും ചെയ്യാതെ ഒരു ചെയറിൽ അല്ലെങ്കിൽ ഒരു സെറ്റിയിൽ അല്ലെങ്കിൽ കട്ടിലിൽ കിടന്നു വീരുന്നു, TV കണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്താ ദുർമേധസ് ഉണ്ടാവൂലേ, ശരി, ഒബെസിറ്റി, അസുഖങ്ങൾ വരും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അതാണ് മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യവും അഡൾട്ടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പലപ്പോഴും വീടുകളിൽ ആ ഒരു കമ്പാരിസൺ വരാറുണ്ട്, അല്ലെ, ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, നിനക്ക് എന്താ അതുപോലെ ചെയ്താൽ, അങ്ങനെ ഒരു ചോദ്യം വരും. സോ the work of a child is different from that of a grown up. അത്
ഇവിടെ 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 3 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യൂ, അത് കഴിഞ്ഞ് ലാസ്റ്റ് 2 പോയിന്റ്സ് DE റീഡ് ചെയ്യാം. ഓക്കെ പ്ലീസ്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിലൂടെ നമ്മൾ പോയി. ലോ ഓഫ് വർക്ക്, അത് കഴിഞ്ഞ് അടുത്തത് വരും. ഈ ഒരു പോയിന്റ്സ് കൂടെ റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വൺ ആയ ലോ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക്. യെസ് പ്ലീസ്. Okay. The aim of the child's work is not a visible one, but of an internal one, that is for self-construction and adult work to complete an activity. The child work in order to develop. Through work, he established concentration, high motor development, work habit, and more importantly, his self-concept. The child attains a law of maximum effort to succeed. By himself, he boosts his efforts. To develop, he must do it himself, and no one can do it for him. In fact, every support given to a child captures his development. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of the species, but the child is being in a constant state of transportation. He interacts with the environment and receives impressions for his psychic development. ഓക്കെ. ഇപ്പൊ കുട്ടികളുടെ വർക്കും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസും ഗ്രോണപ്പിനെ ആയിട്ട് കമ്പയർ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കണം. ഗ്രോണപ്പ് അഡൽട്സ് എന്താ, അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ജഗ്ഗില് വെള്ളം നിറയ്ക്കുക. നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ തന്നെ അവനിൽ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും അല്ലെ. അവർക്ക് ഞാൻ എന്തോ ആണെന്നൊരു ഫീല്, എനിക്ക് തന്നോട് പറഞ്ഞല്ലോ എന്നൊരു ഫീലൊക്കെ വരും അവർക്ക്. അപ്പൊ പോയി ഭയങ്കര സന്തോഷത്തോടെ അവർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അവർ എൻജോയ് ചെയ്യും, ആ വെള്ളം നിറയ്ക്കുന്നതും ഒക്കെ. ഇനി ഹൈ മോട്ടോർ ഡെവലപ്മെന്റ്, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഹൈ മോട്ടോർ ഡെവലപ്മെന്റ് വെച്ചാൽ ഈ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് മൂവ് ഓർ ട്രാവൽ ക്വിക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുക, അതാണ് മീൻ ചെയ്യുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റ്. മൂവ്മെന്റ് ഭയങ്കര പെട്ടെന്നായിരിക്കും അല്ലെ കുഞ്ഞുങ്ങളില്. വൺസ് അവര് കമഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എഴയുന്നു, പിന്നെ ഇരിക്കാൻ നോക്കുന്നു, പിടിച്ചു നിൽക്കാൻ നോക്കുന്നു, നടക്കാൻ നോക്കുന്നു, വീഴും, അതിനിടയ്ക്ക് വീണ്ടും നടക്കും, ഓടും, സ്റ്റെപ്പ് കയറും. അങ്ങനെയുള്ള അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് പെട്ടെന്നായിരിക്കും. HI എന്നുള്ള ഹൈ എന്നുള്ളതിന്റെ മീനിങ് മൂവ് ക്വിക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും, നിമിഷ നേരം കൊണ്ട് അവർ ഓരോന്നൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. അവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നു. അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർ കൈകൊട്ടി ഇങ്ങനെ ചിരിക്കുന്നത് കാണും അല്ലെ. അവർ ഓരോന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ടോയ്സ് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷ പ്രകടനമൊക്കെ കാണാം. അവർക്ക് ആ ഒരു അച്ചീവ്മെന്റ്, അതാണ് അവരുടെ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യം. അഡൽട്സിന് പ്രത്യേകിച്ച് ഈ കുട്ടി ചെയ്ത ഈ കാര്യം അവര് ചെയ്യുമ്പോൾ ഈ പറയുന്ന സന്തോഷം ഒന്നുമല്ലോ. അവര് അത് ദിവസവും ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ, പ്രോസസ്സ് എന്താണെന്നൊന്നും അവരതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പൊ കുട്ടി അതെല്ലാം ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുന്നത്. ഹൈ മോട്ടോർ ഡെവലപ്മെന്റ്, അവർക്ക് പെട്ടെന്നുള്ള മൂവ്മെന്റിന്റെ ഡെവലപ്പ് നടക്കും. ഓക്കെ. ചെറിയ മൂവ്മെന്റ്സിന്റെ ആദ്യം ലാർജ് മൂവ്മെന്റ്സ് ആണ് നടക്കുക, അതായത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ് വരുന്നത്. പിന്നീടാണ് ലേറ്റർ ആണ് ഫൈൻ മോട്ടോർ സ്കിൽസ് വരുന്നത്. ഏതാണ്ട് ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ പെൻസിലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടൊക്കെ അവർക്ക് പറ്റുന്ന ഏജ് ആ സമയമാണല്ലോ. എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, അതാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ മാക്സിമം എഫേർട്ട് ഒക്കെ എടുത്തിട്ടായിരിക്കും ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത്. സക്സീഡ് ചെയ്യുന്നു. ആ സക്സീഡ് അവൻ അതിന് വിജയിച്ചു കഴിയുമ്പോൾ അത് അവനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യുവാണ്, വീണ്ടും അത് ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നു.
ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് അവർ റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു റിപ്പീറ്റ് ചെയ്യും. അവർക്ക് അത് ഒട്ടും മടുപ്പ് തോന്നുന്നില്ല. അത് അവരെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അഡൽസിന് അങ്ങനെയല്ലോ, അവർക്ക് ആ റെപ്പിറ്റേഷൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ മാം അത് ശരിയാ മാം. ഈ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടികള് എവിടെങ്കിലും കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ആസ് എ പാരന്റ് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക. കാരണം അവരവിടെ എന്തെങ്കിലും ഭീകര പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ആ സൈലൻസിനെയാണ് എപ്പോഴും ഞാനൊക്കെ ഏറ്റവും പേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ സാധനം മിക്കവാറും പീസാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചന്ദനത്തിരിയുടെ പാക്കറ്റ് മൊത്തമായിട്ട് പൊളിച്ച് ആ റൂം മൊത്തം നല്ല സ്മെല്ലായിരുന്നു. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു മെനക്കെട്ട് അഫയർ. അതൊക്കെ ടയർഡ് ആവുകയില്ല. എത്ര നേരം വേണമെങ്കിലും അതിൽ അവര് ഡെഡിക്കേഷൻ ആണ് മാക്സിമം. അതെ അതെ, ഭയങ്കര കോൺസെൻട്രേഷൻ, അവരുടെ പവർ ഓഫ് അറ്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് അവൻ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമാണ് അവൻ ഡെവലപ്പ് ആവുള്ളൂ. ടു ഡെവലപ്പ് ഹി മസ്റ്റ് ഡു ഇറ്റ് ഹിംസെൽഫ്. അവൻ തന്നെ ചെയ്യണം. വേറൊരാൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് അവനിലുള്ളൊരു ഡെവലപ്മെന്റ് ആവില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കൊടുക്കുന്ന ഓരോ സപ്പോർട്ടും അവന്റെ ഡെവലപ്മെന്റിന് തടസ്സം വരുവാണ് ശരിക്കും ചെയ്യുന്നത്. ഇനി അതല്ല, അവരുടെ ചില ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അവര് നമ്മളെ വിളിക്കും, ഇത് എനിക്ക് വേണ്ടി ചെയ്തു തരാമോ, അത് ഓക്കെയാണ്, നമുക്ക് ചെല്ലാം, നമുക്ക് ഇടപെടാം. അതേസമയം അങ്ങനെ അവര് തന്നെ ചിലവർക്ക് ഭയങ്കരമായിട്ട് വാശി പിടിക്കില്ലേ ചില കുഞ്ഞുങ്ങൾ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം അവർക്കത് അത്രയും ദേഷ്യ. ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും. അപ്പൊ ചുറ്റുപാടും അവരതിനെ യൂസ് ചെയ്യുന്നു. കുട്ടികൾ യൂസ് ചെയ്യുന്ന എൻവയോൺമെന്റ് ടു എൻഹാൻസ്, അവരെ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു. അഡൽട്സ് യൂസ് ചെയ്യുന്നത് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാനാ, സ്വയം ഇംപ്രൂവ് ആവാനല്ല. കാരണം അഡൽട്സ് ഓൾറെഡി അവരുടെ ഒരു ഗോളിൽ എത്തിക്കഴിഞ്ഞു, റീച്ച് ചെയ്തു കഴിഞ്ഞു. സോ അവരെ സംബന്ധിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല കാര്യമായിട്ട്. കുഞ്ഞിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോന്ന് ചെയ്യുന്നതും അവരൊരു ലക്ഷ്യത്തിൽ എത്തുന്ന വരെയുള്ള ഓരോ പ്രോസസ്സും അവരെ കൂടുതൽ ഡെവലപ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടി ഇങ്ങനെ ആ ഡെവലപ്മെന്റിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അവന് പല കാര്യങ്ങളും പ്രോസസ്സിലെ ഓരോ സ്റ്റെപ്പും അവന്റെ ഡെവലപ്മെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുമോ ഇത് ഇങ്ങനെ ചെയ്താൽ എളുപ്പമായിരുന്നോ എന്ന് നമുക്ക് തോന്നും. ചില കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇംപ്രഷൻസും ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഒബ്സർവേഷൻ, അവരെല്ലാം കാണുന്നത് മുഴുവനും അവരെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അല്ലാതെ വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് 2 points. Yes, D and E. ഞാൻ വായിക്കാം മിസ്. Children work for the purpose of the process. However, the adult is involved with the end and result. The accent of the child's work is different from the adult. A child of about 3-5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult would never act in that way. The child doesn't hurry as we do towards the end. By following his rhythm, he is able to accurate himself. സോ കുട്ടികളൊരു വർക്ക് ചെയ്യുന്നത് ഒരു പർപ്പസ്, അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സും എല്ലാം അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അഡൽട്ടിന് ആ എൻഡ് റിസൾട്ട് മാത്രം മതി. ഇപ്പൊ ജഗ്ഗിലെ വെള്ളം ഒഴിക്കുന്നത് ഒക്കെ ജഗ് ഫില്ല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അവർ എൻജോയ് ചെയ്യുന്നൊന്നുമില്ല അല്ലെ. പക്ഷെ കുഞ്ഞുങ്ങളും അത് എൻജോയ് ചെയ്യും, ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യും. ഇനി ഒരു പാത്രത്തിലെ കടല ഫില്ല് ചെയ്യണം, അഡൽട്ടിന്റെ ഉദ്ദേശം ആ കണ്ടെയ്നറിലെ കടല ഫില്ല് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞിന് അത് ഭയങ്കര സന്തോഷം, ആ ഒരു പ്രോസസ് തന്നെ അവനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യിക്കും. ഒരു 3.5 വയസ്സ് 3.5 years പോയിന്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. 5 yearsലെ കുട്ടി, നിങ്ങൾ പിങ്ക് ടവറിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട് മാം.
ചെയ്തിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് അറിയാം, അതൊരു നമ്മുടെ വീട്ടിൽ ആ ചെറിയ ഏജിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി വന്നാൽ ആ പിങ്ക് ടവർ അതിനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവൻ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്. ആ ഒരു സമയത്ത് ആ പിങ്ക് ടവറുമായിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓരോ 10 എണ്ണവും വെക്കുമ്പോഴും അവൻ ഓരോ ജേർണിയിലൂടെയാണ് പോകുന്നത്, ഓരോ ഡെവലപ്മെന്റ് ആണ്. അവന്റെ കൈ ഓരോന്ന് പിടിക്കുമ്പോഴുള്ള കൈയുടെ ഇതെല്ലാം വ്യത്യാസമായിരിക്കും. ചിലപ്പോ ചിലതിന് അവൻ ഒരു കൈ മതിയായിരിക്കും, വലുതാവും തോറും അവന് 2 കൈയൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് മറ്റേ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. അതെല്ലാം അവന്റെ ഒരു ഡിഫറെന്റ് ജേർണിയാണ്. അത് ചെയ്യുമ്പോൾ അവൻ ഹറി ആയിട്ട് ചെയ്യില്ല, അവൻ്റെതായിട്ടുള്ള സമയം എടുത്തിട്ട് ആ എൻഡ് റിസൾട്ടിലേക്ക് എത്തുന്നു. എത്തിക്കഴിയുമ്പോഴുള്ള സന്തോഷം, അവൻ്റെതായിട്ടുള്ള ഒരു വൃത്തം ഉണ്ടാവും അതിനകത്ത്. ചിലപ്പോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ടെൻഡൻസിയാ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ബട്ട് അത് ചെയ്യരുത്. ലെറ്റ് ഹിം ഡു, അല്ലെ? ആ ഒരു ഇത് അവനായിട്ട് തന്നെ ചെയ്യട്ടെ, അവൻ തന്നെ അത് ആക്യുറേറ്റ് കറക്റ്റ് ആക്കി വെക്കും. ഞാനിത് വൈവയിൽ ഒരു കുട്ടിയുടെ മോനെ കൊണ്ട് ചെയ്യിച്ച 4 years എന്നുള്ളൊരു കുട്ടി ആയിരുന്നു. അപ്പൊ അവരിങ്ങനെ ഉമ്മയുടെ കൂടെ ഉണ്ട് വൈവയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. പിങ്ക് ടവർ കറക്റ്റ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ പറഞ്ഞ എല്ലാം മാറ്റാൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ ഇങ്ങനെ ഡയഗണലായി പോലെ ഷേപ്പിൽ വന്നു നിന്നപ്പോ അവനത് കറക്റ്റ് ആക്കണം എന്നൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ, കാരണം എനിക്ക് അടുത്ത ക്ലാസ്സിൽ കയറാൻ സമയം. പ്ലീസ് സൈൻ ഔട്ട് ഉണ്ടോ? Yes, ma'am. യെസ് പ്ലീസ്. First of all, thank you, ma'am, for the wonderful session, and wind up the class with a goodbye song. Goodbye, everybody. We had a good day. Goodbye, everybody. It's time to say goodbye to my teacher. Goodbye to my friends. Goodbye, everybody, till I see you again. Thank you all. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ലീവ് ചെയ്യുവാണേ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ. താങ്ക് യു. Thank you, ma'am. Thank you.